ഹായ്, നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് പഴനിക്കാണ് കേട്ടോ. കുട്ടാപ്പൂവിൻ്റെ ഉണ്ണിക്ക് മുടി കളയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു നേർച്ച ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ പോയത്. ഒരു ഫാമിലി ടൂർ തന്നെ പറയാം. കാരണം ഞങ്ങൾ ഇതുപോലുള്ള എല്ലാ പരിപാടികളും നമ്മൾ ഒരുമിച്ചാണ് ആഘോഷിക്കാറ്. അത് നമ്മുടെ ഒരു ഫാമിലിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിരിക്കണേ. അതുപോലെ നമ്മുടെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ ഭക്ഷണം കഴിക്കലാണ്. അപ്പോൾ നമ്മളവിടെ ചെന്ന വഴിക്ക് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടികളാണ് ആദ്യം. അവിടെ എന്തായാലും നല്ല തിരക്കാവും. പിന്നെ നമ്മൾ അവിടെ പോയി നിന്ന് എന്നെ സംബന്ധിച്ച് അവിടെ കയറി എത്തുമ്പോഴേക്കും ചിലപ്പോൾ അവിടെ എവിടെയും വീഴും. ഉണ്ണികൾ ഇവിടുന്ന് പോണത് ഞങ്ങൾ രാത്രി അതൊരു പുലർച്ചെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഉണ്ണികൾ നന്നായി കിടന്ന് ഉറങ്ങായിരുന്നു. അവിടെ എത്തിയപ്പോൾ വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞു. അതുപോലെ ഇത് നമ്മൾ അവിടെ ചെന്നപ്പോൾ കണ്ട ഒരു പരിപാടിയാണ്. എന്താണ് പരിപാടി എന്ന് നമുക്കറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ആളുകൾ ഇതുപോലെ വരുന്നുണ്ടായിരുന്നു. അവിടുത്തെ ഏതെങ്കിലും ആചാരങ്ങളായിരിക്കാം. അമ്മോട് ചോദിച്ചപ്പോൾ പ്രസന്നമ്മ പറയുണ്ടായിരുന്നു നേർച്ചയാണ് അത്. അവിടെ വേറെ ഏതോ ഒരു കോവിലുണ്ടെന്ന് പറഞ്ഞു. അവിടെ നിന്ന് നേർച്ച ഇതുപോലെ എടുത്തിട്ട് മുകളിലേക്ക് വരികയാണ് എന്നൊക്കെ പറഞ്ഞു. നമുക്ക് സത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയണവരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കമൻ്റ് ഇടുക. സംഭവം നല്ല രസമുണ്ടായിരുന്നു. ഒരു കൊട്ടും മേളവും പരിപാടികളൊക്കെ ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അതുപോലെ ഇത് നമ്മുടെ പഴനിയുടെ മുകളിലേക്ക് കയറാനുള്ള മെയിൻ എൻട്രൻസ് ആണ്. പക്ഷേ ആ വഴി വിടണുണ്ടായിരുന്നില്ല. അതിൻ്റെ വർക്ക് നടക്കുകയാണ് അവിടെ. അപ്പോൾ നമ്മൾ തന്നെ വേറെ വഴിക്കടെയാണ് നമ്മൾ മുകളിലേക്ക് കയറിപ്പോയത്. തൊട്ടടുത്ത് തന്നെ ശരിക്ക് ഇറങ്ങി വരാനുള്ള വഴിയാണ് തോന്നുന്നു മുന്നേ. അത് ഇപ്പോൾ ആ വഴിക്കടെയാണ് മുകളിലേക്ക്. അത് കാരണം നമുക്ക് എന്താ പറയുക, ഒരുപാട് ഈ വഴി കയറുമ്പോൾ നമുക്ക് നല്ല ക്ഷീണമായിരിക്കും തോന്നുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാം അങ്ങനെ ഒരു സ്പേസിൽ. പക്ഷെ മറ്റോടത്ത് എന്ന് വെച്ചാൽ ആ വഴി കയറുമ്പോൾ നിറയെ വളവാണ് കേട്ടോ. സ്ട്രെയിറ്റ് അല്ല, നിറയെ വളവായിരുന്നു. അത് കാരണം വളവ് മാത്രമല്ല, കുറച്ച് സ്റ്റെപ്പ്, പിന്നെ നീളം ഇങ്ങനെ നടക്കാനുള്ള ദൂരം അങ്ങനെയാണ്. മറ്റേത് സ്റ്റെപ്പ് മാത്രമാണ്. അപ്പോൾ ഒന്നുകൂടി കയറാൻ ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നത് മെയിൻ എൻട്രൻസ് ആണ്. അതിക്കടെ കയറാനാണ് നമ്മൾ പോയത്. പക്ഷേ ഇവിടെ വിടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അമ്പാടിയുടെ മുടി കളയാനുള്ള സ്ഥലത്ത് എത്തിയിട്ടാ. കഴിഞ്ഞ പ്രാവശ്യം കുട്ടാപ്പൂൻ്റെ മൂത്ത കുട്ടിയുടെയും മുടി കളയാൻ കറക്റ്റ് ഈ സ്ഥലത്ത് തന്നെയാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായത്. അവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ശരിക്കും സൗജന്യമായിട്ടുള്ള സ്ഥലങ്ങളാണ് കുറേ. നമ്മൾ ദക്ഷിണ എന്നുള്ള പോലെ ശരിക്കും ഒരു പൈസ കൊടുക്കാന്നാണ് പറയുന്നത്. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥലം കൂടിയാണ്. അങ്ങനെ ഞങ്ങൾ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ആളുകൾ ആദ്യം കുറച്ചവിടെ നിൽക്കുന്ന ആളുകൾ ഞങ്ങളോട് മാറി പുറത്തേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു. കാരണം ഞങ്ങളൊരു ട്രാവലർ ആളുണ്ടായിരുന്നു. അവരുടെ പകുതി സ്ഥലം അവിടെ പോവും. അപ്പോൾ അങ്ങനെ അവർ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. മിടുക്കനായിട്ട് ഉണ്ണിയിരുന്നു കേട്ടോ. ഒരു വാശിയോ കരച്ചിലോ അലമ്പുണ്ടാക്കോ ഒന്നുമില്ല. അത് തീരണ വരെ ആളേനെ തന്നെ നോക്കി ഇങ്ങനെ ഇരുന്നത്. എന്താ ആദ്യം ആൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലായിണ്ടായിരുന്നില്ല. പക്ഷെ മുടി ഒരു പകുതി ടൈമായപ്പോൾ മുടി കുറേ താഴ്ത്തേക്ക് പോകണ കണ്ടപ്പോൾ മനസ്സിലായി ആൾക്ക് ആളുടെ മുടി പോവാന്ന്. ഒക്കെ കുറേയൊക്കെ പറക്കി കൈ പിടിക്കണ്ടായിരുന്നു. പല കുട്ടികളും നല്ല കരച്ചിലായിരുന്നു കേട്ടോ മുടി കളയുമ്പോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ ഒതുങ്ങിയിരിക്കേണ്ട, അവരുടെ പ്രായം അതല്ലല്ലോ ഒതുങ്ങിയിരിക്കേണ്ട. പക്ഷേ ഇവൻ നല്ല കുട്ടനായിട്ട് മിടുക്കനായിട്ട് ഇരുന്നു കേട്ടോ. ആൾക്ക് മുടി മുഖത്തേക്ക് വന്നിട്ടും മേലേക്ക് വന്നിട്ടുള്ള ഒരു അസ്വസ്ഥത അല്ലാതെ വേറെ ആൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആൾ ഉഷാറായിരുന്നു. അങ്ങനെ അവൻ സുന്ദര കുട്ടനായിട്ട് വന്നു കേട്ടോ. എല്ലാവരും തലേമ പിടിച്ച് നോക്കുകയാണെങ്കിൽ അവനും തലേമ പിടിച്ച് നോക്കണ്ട. അവൻ്റെ തലേമ പിടിച്ചിട്ട് ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ തലേമ മുടി ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ചിരിക്കുക ആൾക്ക്. കൈ ഇക്കിളിയുണ്ട് തോന്നണേ. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് തലയിൽ ചന്ദനം തേക്കലും പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ മുകളിലേക്ക് കയറുകയാണ് ചെയ്തത്. കയറുമ്പോൾ നമുക്ക് അവിടെ ഫോൺ ഉപയോഗിക്കാനോ കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. അതിൻ്റെ മുമ്പ് തന്നെ ഞങ്ങൾ ഉണ്ണിയുടെ മൊട്ടടിക്കലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. എല്ലാവരും മാറി മാറി കുട്ടീനെ എടുക്കുക, ഫോട്ടോ എടുക്കുക, അങ്ങനെയായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ അവിടുന്ന് ഞങ്ങൾ തൊഴുത് ഇറങ്ങിയത് ട്രെയിനിലാണ് കേട്ടോ തിരിച്ചിറങ്ങി വന്നത്. ഉണ്ണികൾക്ക് ട്രെയിനിൽ കയറണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ ഇറങ്ങി വരികയാണ് ചെയ്തത്. ട്രെയിനിൽ കയറാൻ എൻ്റെ അച്ചുട്ടിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു. കാരണം അത് കുത്തനെ വരുന്നത് കണ്ടപ്പോൾ തന്നെ അവളുടെ പേടിയാവുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ കാണുന്ന പോലെ അല്ല, ആ മല അങ്ങനെയല്ലേ നിൽക്കുന്നത്. കാരണം എന്തായാലും ഞങ്ങൾ സൂപ്പറായി ഭഗവാനെയൊക്കെ കണ്ട് തൊഴുത് ഇറങ്ങി പോന്നു. വലിയ തിരക്കൊന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ പഴനിയിലെ പഞ്ചാമൃതത്തെക്കുറിച്ച് പറയണ്ടല്ലോ. അതിനോടും ഭയങ്കര ഇഷ്ടമായത് കാരണം അത് ഒരു 10-15 എണ്ണം പഞ്ചാമൃതം വാങ്ങി ഞങ്ങളങ്ങനെ തിരിച്ചു പോകുന്നു കേട്ടോ. ഞങ്ങൾ പഞ്ചാമൃതം മുകളിൽ നിന്ന് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് വാങ്ങാണ്ടോ ചെയ്ത്. നമുക്ക് ശരിക്കും അവിടെ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് പഞ്ചാമൃതം വലിയ ബോട്ടിൽ നിന്ന് വരുന്നത് 40 രൂപയും ചെറുതിന് 20 രൂപയെ വരുന്നുള്ളൂ കേട്ടോ.